ഇപ്പോൾ ലഭിച്ചൊരു വാർത്തയിലേക്കാണ്. വയനാട് ചൂരൽമല ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി കലക്ടറേറ്റ് ഉപരോധിക്കുന്നു. ദുരന്തബാധിതർ ഇപ്പോഴും ഗുണഭോക്തൃ പട്ടികയ്ക്ക് പുറത്താണെന്ന് ആരോപിച്ചാണ് സമരം. അട്ടമല പടവെട്ടിക്കുന്ന പ്രദേശങ്ങളിലെ 173 കുടുംബങ്ങളെ കൂടി ഉൾപ്പെടുത്തണം എന്നാണ് ആവശ്യം. അവസാനമിറങ്ങിയ 49 കുടുംബങ്ങളുടെ പുതിയ പട്ടികയിൽ നിരവധി അനർഹരും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ആക്ഷൻ കമ്മിറ്റി ആരോപിച്ചു. ടി അനീസ് അലി വിവരങ്ങൾ നൽകാനായി ചേരുന്നു. അനീസ, പ്രതിഷേധം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അനിഷ, വയനാടിനെ അല്ല കേരളത്തെയും ഇന്ത്യയും ഒക്കെ ഒന്നാകെ ഞെട്ടിച്ചൊരു ദുരന്തം കഴിഞ്ഞ് ഒരു വർഷം പിന്നിടുമ്പോഴും ഈ ദുരന്തബാധിതരിൽ ഇപ്പോഴും സമരമുഖത്താണ്. അവർ തെരുവിൽ തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനപരമായി തന്നെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടേണ്ട ഗുണഭോക്തൃ പട്ടികയിൽപ്പെട്ട ആളുകളിൽ 173 കുടുംബങ്ങൾ ഇപ്പോഴും പട്ടികയ്ക്ക് പുറത്താണ് എന്നതാണ് പുതുതായി അവർ ഉന്നയിക്കുന്ന കാരണങ്ങൾ. ഒരുപാട് ദുരന്തങ്ങൾ, ചികിത്സാ സഹായം തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് പടവെട്ടിക്കുന്ന്, അട്ടമല പോലെയുള്ള ജനവാസം ഒട്ടും സാധ്യമല്ലാത്ത പ്രദേശങ്ങളിലുള്ള ആളുകളൊക്കെ പട്ടികയിൽ നിന്ന് പുറത്തായി എന്നാരോപിച്ചുകൊണ്ടാണ് അവർ സമരമുഖത്തേക്ക് എത്തിയിരിക്കുന്നത്. യൂനുസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. യൂനുസ്, അന്ന് മുതൽ നമ്മൾ കാണുന്ന ഒരു മുഖമാണ്. എന്താണ് ഇപ്പോൾ ആളുകളെ ഇങ്ങനെ ഇങ്ങനെ സമരമുഖത്തേക്ക് എത്താൻ എന്താ? നമ്മൾ ഒരിക്കലും ഇത് ആഗ്രഹിച്ചതല്ല. നിങ്ങൾ പറഞ്ഞതുപോലെ പ്രായം ചെന്നവർ, പിന്നെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർ റോഡിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും എന്ത് പറഞ്ഞിട്ട് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇന്നും പുനരധിവാസം ക്ലിയർ ആയിട്ടില്ല, അതിൻ്റെ പട്ടിക വരെ കറക്റ്റ് വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടു റോഡിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഞങ്ങൾ സ്വപ്നത്തിൽ വിചാരിച്ചതല്ല. പക്ഷേ നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങിയേ പറ്റൂ എന്ന് ഈ ഉദ്യോഗവർഗത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തവണ നിങ്ങൾ ഇവിടെ ആളുകളിൽ നിന്ന് പിരിവൊക്കെ എടുത്ത് തിരുവനന്തപുരത്ത് പോയിരുന്നു. അത് പോയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു സാഹചര്യം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. നേരിട്ട് പോയിട്ട് ഈ ബന്ധപ്പെട്ട റവന്യൂ മിനിസ്റ്ററെയും മുഖ്യമന്ത്രിയെ കണ്ടിട്ട് ഞങ്ങളെ യാതനകളും വേദനകളും പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു പോസിറ്റീവായ തീരുമാനം വരട്ടെ എന്ന് കരുതിയിട്ടാണ് ആദ്യഘട്ടം അത് ചെയ്തത്. എന്നിട്ടും അവർ അവിടുന്ന് ഞങ്ങൾക്ക് പോസിറ്റീവായ സംസാരങ്ങൾ തന്നു. നിങ്ങളൊരു സർക്കാരിനെതിരായ ഒരു സമരത്തിലേക്ക് പോകാൻ കുറെ മടിച്ചു നിന്നിട്ടാണ് നിങ്ങൾ അവസാനമാണ് ഇറങ്ങുന്നത്. യൂനിസ് അവിടുത്തെ ഒരു ഇടതുപക്ഷ പ്രവർത്തനം കൂടി. തീർച്ചയായിട്ടും സർക്കാരിന് ഞാൻ പറയുന്നുണ്ടല്ലോ, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്താൽ മതി. പക്ഷെ അതിനുള്ള ലാഗ് ആരാ വരുത്തുന്നത്? ഉദ്യോഗസ്ഥരാണെങ്കിൽ ആ ഉദ്യോഗസ്ഥരുടെ പേര് നടപടിയെടുക്കട്ടെ എന്ന്. ഇവിടെ വില്ലേജ് ഓഫീസറുടെ സ്ഥലം മാറ്റിയത് എന്തിനാ? അത് ആദ്യം വ്യക്തമാക്കട്ടെ. എന്തിനാണ് ഇവിടുന്ന് പഴയ വില്ലേജ് ഓഫീസ് സ്ഥലം മാറ്റിയത്? ഞങ്ങൾ പറയുന്നു അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ കൈകാര്യങ്ങൾ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നീക്കിയ ഫയലുകൾ കറക്റ്റ് അല്ല. അതിൽ അദ്ദേഹത്തെ സ്വാധീനിച്ചുകൊണ്ട് അതിൽ അനർഹരും അർഹതപ്പെടാത്തവരൊക്കെ കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അയാൾ സ്ഥലം മാറ്റിയത്. അയാൾക്ക് വലിയ തരത്തിലുള്ള പ്രയാസമാണ് ഇവർ അനുഭവിക്കുന്നത്. പ്രത്യക്ഷ സമരത്തിലേക്ക് അല്ലെങ്കിൽ